എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ബട്ടർ ചിക്കൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും വാങ്ങി കഴിക്കൂല. അതിനേക്കാളും 10 മടങ്ങ് രുചിയിലുള്ള നല്ലൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കൂടിയാണ്. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തി, നാൻ, നെയ്ച്ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. കാശ്മീരി മുളകാവുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, ഹാഫ് ലെമണും പിഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള എടുക്കുന്നതിനേക്കാളും ഇരട്ടിയാണ് തക്കാളി എടുക്കേണ്ടത്. ബട്ടർ ചിക്കനിൽ തക്കാളിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. ഒരു വലിയ സവാള എടുക്കുമ്പോൾ 3 തക്കാളി ചേർത്ത് കൊടുക്കുക. ആ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 20-25 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ സാധാ അണ്ടിപ്പരിപ്പ് എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ, തീർന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പാണ് കൂടുതൽ ചേർത്തത്. അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്നേ ഉള്ളൂ, റോസ്റ്റ് ആയാലും സാധാ ആയാലും ഒന്നും കുഴപ്പമില്ല, ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും ഉണ്ടാവും. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5-10 പൊടിക്കാത്ത കുരുമുളകും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടേനു. അത് പിന്നീടാണ് ചേർത്തത്, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിന്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് മുഴുവനായിട്ട് ഉള്ളത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടണല്ലോ, അത് മതി. അങ്ങനെ ഇതിതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത് ആ ഒരു പാത്രമാണ് വെച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത്. ഇത് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത് അതിലേക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത്. ഇത് നല്ല എളുപ്പമാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് അവിടെ നിന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമ്മൾ ചൂട് പോകാനായിട്ട് വെച്ച തക്കാളി ഉള്ളിയെല്ലാം ഉണ്ടല്ലോ അത് നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അരക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം മാത്രം അരക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സീൻ്റെ മൂടി തുറന്നിട്ട് അതിങ്ങനെ തെറിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ ഇതുപോലെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചിക്കൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയാൽ മതി. ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഈ ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് ആ ഗ്രേവിയിൽ ചിക്കൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചിക്കനിലും കുറച്ച് ഉപ്പിട്ടിന്, ഉപ്പ് കുറവാണ്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം പിന്നെ അരപ്പൊഴിച്ച സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കൻ അധികം ലൂസായിട്ടല്ല ഉണ്ടാവുക, ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതുപോലെ തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. പൊറോട്ടൻ്റെ കൂടെയും ബട്ടൂരൻ്റെ കൂടെയെല്ലാം അടിപൊളി ടേസ്റ്റിയാണ്. ബട്ടൂര, അതുപോലെ നാൻ, നെയ്ച്ചോറ് അങ്ങനെയുള്ളതിൻ്റെ എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. ബട്ടൂരൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ഒരു ബട്ടർ ചിക്കൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറേ ആയി, 4-5 വർഷങ്ങൾക്ക് മുമ്പേ. ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.